കേരളത്തിൽ ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ നാളെ ആരംഭിക്കുമ്പോൾ ആര് കേരളത്തിന്റെ അധികാരം പിടിക്കുമെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു. മുന്നണികളെല്ലാം ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷം മൂന്നാം തവണയും ഭരണത്തിൽ വരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ഒരു ടെൻഷനുമില്ല എന്നും ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാം ടൈമിലേക്കുള്ള അധികാര പ്രവേശനത്തിന്റെ പ്രഖ്യാപനമാണ് നാളെ നടക്കുക എന്ന് MV ഗോവിന്ദൻ പറയുന്നു. അങ്ങനെ എളുപ്പത്തിൽ ഇടതുമുന്നണിക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്ന ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നും UDF അധികാരത്തിലേക്ക് എത്തുമെന്നുമാണ് UDF ക്യാമ്പ് പറയുന്നത്. കോൺഗ്രസിൽ 1 കോടി തർക്കങ്ങളുണ്ട്. സാമ്പത്തിക ശേഷിയുള്ളവർക്കാണ് മടുക്കുക. കേരളത്തിലെ ജനങ്ങൾ അത്താണിയായി കാണുന്നത് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെയാണ്. LDF മാറിയാൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ എന്താകുമെന്ന ടെൻഷനുണ്ട് ജനങ്ങൾക്ക്. അവർക്ക് ലഭിച്ച താങ്ങും തണലും മറക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടക്കുന്നവരാണ് സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നും MV ഗോവിന്ദൻ പറയുകയാണ്. CPM തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ആ ആത്മവിശ്വാസം എത്രമാത്രം ബലവത്താകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇല്ലാത്ത കാര്യം ഊതി വീർപ്പിക്കുന്നതാണ് UDFന്റെ വിജയപ്രതീക്ഷ എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. സർക്കാർ വിരുദ്ധ വികാരം ഇല്ല എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നാണ് UDF പറയുന്നത് എന്നാണ് പറയുന്നത്. ഇല്ലാത്ത വിഷയത്തെ ഊതിപ്പെരിപ്പിക്കുകയാണ് എന്നും കേരളത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസനമാണ് എന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. KPCC ആസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നേതാക്കളെല്ലാം KPCC ആസ്ഥാനത്ത് നാളെ എത്തി ഒന്നിച്ചിരുന്ന് ഫലപ്രഖ്യാപനം അറിയും എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിനിടയിൽ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. VD സതീശന് വേണ്ടി പലയിടത്തും പോസ്റ്ററുകൾ ഉയരുകയാണ്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ തന്നെ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് കോൺഗ്രസിനകത്ത് നടക്കുമ്പോൾ നാളെ വിജയം സുനിശ്ചിതമാണ് എന്ന് UDF പ്രവർത്തകരും നേതാക്കളും വിജയപ്രതീക്ഷ പങ്കിടുകയും ചെയ്യുന്നു. നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു ഭാഗത്ത് BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. 1 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ നേടാൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ SIRും ക്രിസ്ത്യൻ വിഭാഗത്തിന് BJPയോടുള്ള അകൽച്ചയും അടക്കം കേരളത്തിൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണുള്ളത് കേരളത്തിൽ ആര് വിജയക്കൊടി ചൂടുമെന്നറിയാൻ.